കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസ് ജാമ്യത്തിലിറങ്ങിയ പ്രതികൾക്ക് സ്വീകരണം നൽകി CPM. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് സ്വീകരണം. മൂവാറ്റുപുഴ സബ് ജയിലിന് മുന്നിലാണ് CPM പ്രവർത്തകർ പ്രതികൾക്ക് സ്വീകരണം നൽകിയത്. മുദ്രാവാക്യം വിളിച്ചും രക്തഹാരം അണിയിച്ചുമാണ് 4 പ്രതികളെയും പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. മൂവാറ്റുപുഴ CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകരാണ് സബ് ജയിലിന് മുന്നിലെത്തിയത്. ദിവസങ്ങൾ മാത്രമാണ് ഇവർ റിമാൻഡിൽ കഴിഞ്ഞത്. ഇവരുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ച് വളരെ വേഗത്തിൽ തന്നെ ജാമ്യം ലഭിച്ചു. കേസിൽ ഇവർ 4 പേർ മാത്രമാണ് അറസ്റ്റിലായത്. CPM ചെള്ളക്കാമ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ, പ്രവർത്തകരായ സജിത് അബ്രഹാം, റിൻസ് വർഗീസ്, ടോണി ബേബി എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അതേസമയം ഇവരുടെ ചിത്രം കണ്ട് ഇതല്ല പ്രതികളെന്ന് കൗൺസിലർ കലാരാജു പ്രതികരിച്ചിരുന്നു. CPM ചെള്ളിക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ് ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുന്നത്. കേസിൽ 45 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അതേസമയം കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ പാർട്ടി കൗൺസിലറായ കലാരാജുവിന് മറുപടിയുമായി CPM രംഗത്തെത്തി. കലാരാജു പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണെന്ന് കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പാർട്ടി പ്രവർത്തകർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ പോലീസിനോട് പറഞ്ഞില്ല? സംഭവ ദിവസം കലാരാജു പൂർണ്ണ ആരോഗ്യവതിയായിരുന്നുവെന്നും ഇപ്പോൾ അനാരോഗ്യത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ദുരൂഹതയെന്നുമാണ് വിമർശനം.